ചൂരമല ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ചിന്തിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല നടന്നത്. ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. പിന്നെ അത് ചിന്തിക്കാനും പറ്റൂല. ഇതൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടിൽ കയറിയവരെല്ലാം സുരക്ഷിതരാണെന്ന ജോജോ വിചാരിച്ചത്. ജോജോയും ഭാര്യ നീതുവും ആ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, സാറേ ഞങ്ങളിവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഒന്ന് രക്ഷിക്കണേ. ആ വോയിസ് നമ്മളൊക്കെ കേട്ടതാ, നമ്മുടെ മനസ്സിലൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തിയതാ. നീതുവിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാത്തിരിപ്പായിരുന്നു. പിന്നെ അപ്പോഴൊന്നും ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആ ടൈമിനൊന്നും നമ്മളുടെ അറിവില്. പിന്നെ നീതുവിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോജോക്ക് ഓർത്തെടുക്കാൻ ഇപ്പോൾ ഈ ഫോട്ടോകൾ മാത്രമാണുള്ളത്. ജീവിതത്തിന് കൂടെ താങ്ങും തണലുമായിരുന്ന നീതു വിട്ടുപോയി. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിട്ട് താളം തെറ്റിയൊരവസ്ഥയിലാണ്. എല്ലാ വാക്കുകളും നീതു വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് തിരിച്ച് കൊച്ചിനെ എടുത്തിട്ട് വരുന്നു. അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നിറഞ്ഞൊഴുകിയപ്പോൾ പലരും പല റൂമുകളിലേക്കായിട്ട് നിരങ്ങിപ്പോയി. അതിൽ തുറന്നു കൊടുത്തപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാനുണ്ടായില്ല. ഫ്രിഡ്ജിലിരുന്ന വെള്ളവും ഐസ് ക്യൂബൊക്കെയാണ് എടുത്ത് ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെള്ളമാക്കി കൊടുത്തത്. മുറിവ് പറ്റി വരുന്നവർക്കൊന്ന് കഴുകാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. പിന്നെ ആ ചെളിയോടെ തന്നെ വെച്ച് കെട്ടി ഇതൊക്കെയാണ് അവിടെ എത്തിയത്. അവരുടെ വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് എല്ലാവരും കയറി വന്നു. അവിടെ സംരക്ഷണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിട്ട് ഒരു രീതിയിലും ആ ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അവരൊരിക്കലും കരുതിയിട്ടില്ല. നേരം പുലരട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ തിരയാമെന്ന് വിചാരിച്ചു. ഡോറ് തുറന്നു നോക്കിയ സമയത്താണ് അതിന്റെ ശക്തി മനസ്സിലാക്കിയത്. കാരണം വീട്ടിന്റെ മുന്നിലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. വലിയ മരത്തടികളൊക്കെ അവരുടെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് അടഞ്ഞു നിൽക്കുകയാണ്. ജോജോ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. മരത്തടികളൊക്കെ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് അടഞ്ഞു നിൽക്കുകയാണ്. അത് മാത്രമല്ല, 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ഒഴുകി വന്നിട്ട് ഒരു കാറ് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കാറ് ഒഴുകി വന്നിട്ട് അവരുടെ വീട്ടിന്റെ മുന്നിൽ അടഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്? വല്ലാത്തൊരു അവസ്ഥയാണത്. അദ്ദേഹം പറയുന്നത്, നീതുവിന്റെ ഭർത്താവ് പറയുന്നത്, ഇത് ഞങ്ങളുടെ ഷെഡിലുള്ള കാറാന്ന് ആദ്യം വിചാരിച്ചത് എന്നുള്ളത്. വന്നവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും വീട്ടിലുണ്ടായിരുന്നില്ല. ആ രീതിയിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ നീതു പുറത്തേക്ക് ഇങ്ങനെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞ ആ വോയിസ് ഒക്കെ വിട്ടു. ഈ ഭർത്താവും കുറച്ച് ആളുകളും മറ്റൊരു റൂമിലായിരുന്നു. പിന്നീട് ശക്തമായിട്ട് അവിടെ ഉരുൾപൊട്ടിയ സമയത്ത് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ പോലും ഒലിച്ചു പോയത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. കാത്തിരിപ്പായിരുന്നു. പിന്നെ അപ്പോഴൊന്നും ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആ ടൈമിനൊന്നും നമ്മളുടെ അറിവില്. പിന്നെ ഈ പുറത്ത് നടന്നതൊന്നും ഇത്ര ഭീകരമായിട്ടുള്ള അറിവില്ല. കാരണം ഇരുട്ടിൻ്റെ ഇതിലൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് ശക്തമായിട്ട് ഈ പറഞ്ഞ ഭയങ്കര ശബ്ദത്തിൽ ഇത് വരുന്നത്. അപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ശബ്ദമൊന്നും കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കാലൊന്നും വെച്ചോടത്തുനിന്ന് പൊന്തിക്കാൻ പറ്റില്ല. അത്രയും അറിയില്ലേ, ഇത്രയും വലിയ പാറകളും മരങ്ങളൊക്കെ കൂട്ടിയിടിച്ച്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വല്ലാതെ മനസ്സിൽ തട്ടി. അദ്ദേഹത്തിന്റെ ആ ഒരു ചാനലിന് കൊടുത്ത വാക്കിൽ പറയുന്നുണ്ട്, ആര് വന്നാലും സന്തോഷത്തോടു കൂടി ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്ന ഈ പുഴയായിരുന്നു. ഗസ്റ്റുകൾ ആര് വന്നാലും സന്തോഷത്തോടു കൂടി ഈ പുഴ ഞങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. ആ പുഴ തന്നെയാണ് അവസാനം ഞങ്ങളെല്ലാം കവർന്നു കൊണ്ടുപോയത്. വേണ്ടപ്പെട്ടവരെല്ലാം ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടുന്നു, ഒരു രക്ഷയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത്രയും വിഷമം, അത്രയും പരീക്ഷണം അവിടെ നേരിട്ടിട്ടുണ്ട്. ഇപ്പൊ ആർക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ അതാ. ഇപ്പൊ എല്ലാവരും ഒരു ഷോക്കിലാണ്, തരിച്ചിരിക്കുകയാണ്. 1-2 ആഴ്ച കഴിഞ്ഞ് ഈ ബഹളൊക്കെ തീർന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് ഇവിടൊക്കെ വരുമ്പോഴും ആലോചിക്കുമ്പോഴായിരിക്കും ഒരു കൗൺസിലിങ്ങിനും ഒരു ഉപദേശത്തിനും ഒരു സമാധാന വാക്കുകൾക്കും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ ഈ പറയുന്ന ഞാനടക്കം എന്ന് പറഞ്ഞിട്ട്
അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അവരുടെ മനസമാധാനത്തിനും ശാന്തിക്കും മനക്കരുത്തിനും വേണ്ടി. അതിനപ്പുറം നമുക്കൊന്നും അതിലൊരു റോളും ഇല്ല. പ്രപഞ്ചനാഥൻ എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം നൽകിയിട്ട് അവർക്കൊരു മനസമാധാനവും ശാന്തിയും ക്ഷമയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഇനിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്ക് ഭവനങ്ങൾക്ക് വേണ്ടിയിട്ടും ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിക്കണം. അതിനൊന്നും ആരും മറ്റുള്ള രീതിയിൽ തടസ്സങ്ങൾ നിൽക്കരുത്. പല രീതിയിലുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതിങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല വേണ്ടത്. ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ സഹായിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം.